ബോസ് മലയാളം സീസൺ 7 വിസ്മയം ഒരു കോമണറായി വന്ന്, കോമണർ എന്ന് പറയുന്ന പദം ശരിയല്ല, പക്ഷേങ്കിൽ ആ ഒരു ടാഗ് ലൈനിൽ വന്ന് ഇത്രയും അധികം തന്നെ ജനങ്ങളെ പ്രീതിപ്പെടുത്തി അങ്ങനെ ഫസ്റ്റ് റണ്ണറപ്പായി മാറുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അനീഷ് എന്ന് പറയുന്നത് ഒരുപാടധികം തന്നെ ആളുകളുടെ മനസ്സിൽ ഇപ്പോൾ വിജയിച്ച് കഴിഞ്ഞു, വിന്നറായി കഴിഞ്ഞിരിക്കുന്നു. അത്രയധികം തന്നെ ഡിസർവിങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എന്തായാലും അനീഷ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ നിന്നാണ് ഓരോ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ നെഞ്ചിൽ കൈവച്ച് ഒരു ചെറുകണിക പ്രതീക്ഷയെങ്കിലും അനീഷിൻ്റെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും രണ്ടുപേരും വിന്നേഴ്സ് തന്നെയാണ്. രണ്ടുപേരെയും അല്ലെങ്കിൽ ആ വന്നിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും വിജയികളാക്കുന്ന ഓരോരോ പ്രേക്ഷകരാണ് അവരവരുടെ വിജയികളെ. എന്തായാലും അനീഷ് അടിപൊളി ഗെയിമറാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ആ ഒരു സീസണെ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സീസണാക്കി മാറ്റാൻ അനീഷിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല. അത്രയധികം തന്നെ കിടിലമായിട്ടുള്ളൊരു ഗെയിമറാണ്. എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒറ്റയാൻ, നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒറ്റയാൻ തന്നെയാണ് അനീഷ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. ഇനി അനീഷിൻ്റെ ഭാവിയിൽ ഇതിലും മികച്ച രീതിയിൽ തന്നെ അനീഷിന് വളരാനായിട്ട് സാധിക്കട്ടെ. അനീഷ് എന്ന് പറയുന്ന ഗെയിമറിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക.